അത്രയധികം യുദ്ധം ശരിക്കും നബി നടത്തിയിട്ടുണ്ട്. അതൊക്കെ യുദ്ധങ്ങൾ തന്നെ ആയിരുന്നു. അല്ല, യുദ്ധം പോലും നടന്നിട്ടില്ലല്ലോ. അന്തൊക്കെ യുദ്ധം നടന്നിട്ടില്ല. ഒരാളെയും റസൂലുള്ള ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. ഡിവോഴ്സ് വേറൊരു കാരണക്കാരുണ്ടായി. ആളെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. ലണ്ടനിൽ പോയി അവിടുന്ന് നമ്മൾ പറഞ്ഞു വന്നതേ ഇപ്പോൾ ഈ എക്സ് മുസ്ലിങ്ങളെ കുറിച്ചാണല്ലോ. ഇപ്പോൾ റീസെൻ്റായിട്ട് എക്സ് മുസ്ലിങ്ങൾ ഒരു വിവാദം ഉണ്ടാക്കി. ഇപ്പം ആളെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. ലണ്ടനിൽ പോയി അവിടുന്ന് ഖുർആനിൽ മോളെ കെട്ടാമെന്നുണ്ട് എന്ന് പറഞ്ഞു. അവരൊക്കെ പൊളിച്ചു വിട്ടു. എന്താണ് അതിൻ്റെ ഇപ്പം അതിൽ ഫത്തോൽ മൊയിലുണ്ട് എന്നാണ് അവസാനം ഇപ്പോൾ പറയണത്. എന്താണ് അതിൻ്റെ മറുപടി? എന്താ വെച്ചാൽ ഒന്നാമത് അവരുടെ രീതിശാസ്ത്രമാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ടാർണിഷ് ചെയ്യാം. ഇസ്ലാമിനെ ടാർണിഷ് ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ അതിനെ എല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭിന്നിപ്പും വിഭാഗീയതയും എല്ലാം ഉണ്ടാക്കുന്നതിന് അടിസ്ഥാന നിമിത്തമായി തീരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഇസ്ലാമിനെ ടാർണിഷ് ചെയ്യാൻ എന്തെങ്കിലും മാർഗം. അപ്പോൾ അവിടെ ലണ്ടനിൽ പോയിട്ട് തർക്കിച്ച് തോൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ തർക്കിച്ച് തോൽക്കുന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു സാധനം എടുത്ത് പറയുകയാണത്. അത് സത്യത്തിൽ ഖുർആനിലില്ല എന്നുള്ളത് എല്ലാവർക്കും ലോകത്തിന് മുൻപ് മനസ്സിലായി. അതും ഒരു ഖൈറായി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ ഒന്ന് എക്സ് മുസ്ലിംസിൻ്റെ ശൈലി പൊതുസമൂഹത്തിന് മനസ്സിലായി. രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി വിവാഹബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. ഇനിയുള്ളത് ഫിഖ്ഹിലുള്ള ചില നിയമങ്ങളാണ്. ഫിഖ്ഹിലുള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മദ്ഹബുകൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? വ്യത്യസ്ത മദ്ഹബുകളിൽ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഷാഫി മദ്ഹബ്, ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ പൊതുവെ പിന്തുടരുന്ന മദ്ഹബാണ്. ആ ഷാഫി മദ്ഹബിൽ തന്നെ രണ്ട് ഖൗലുകളുണ്ട്, ജദീദായ ഖൗലും ഖദീമായ ഖൗലും. എന്തുകൊണ്ടാണ് ആ രണ്ട് ഖൗലുണ്ടായത്? അതിലെ പണ്ഡിതന്മാർക്ക് തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങൾ വരുന്നതുകൊണ്ടാണ്. മനുഷ്യർക്ക് വീക്ഷണ വ്യത്യാസങ്ങളുണ്ടാകും. ആ വീക്ഷണ വ്യത്യാസങ്ങൾ അവതരിപ്പിക്കപ്പെടും. ഇവിടെ ഷാഫി മദ്ഹബിൽ ഉണ്ടായൊരു ചർച്ചയാണ് എന്താണ് ഈ വ്യഭിചാരത്തിലൂടെയുണ്ടായ കുഞ്ഞ്, ആ കുഞ്ഞ് ലീഗലാണോ അല്ലേ എന്നുള്ളത്. ആ ലീഗലല്ല, ആ കുഞ്ഞിന് ലീഗൽ ആയിട്ടുള്ള എൻറ്റിറ്റി ഇല്ല എന്നുള്ളതാണ് ഷാഫി മതം. അപ്പോൾ ലീഗൽ എൻറ്റിറ്റി ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അതിന് എന്തില്ല, അനന്തരാവകാശം ഉണ്ടാവില്ല, മറ്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിനാരാ നോക്കുക? അതിൻ്റെ ഉത്തരവാദിത്തം ഉമ്മക്കാണ്, ഉമ്മാൻ്റെ കുടുംബത്തിനാണ്. ആ കുട്ടി ആര് പ്രസവിച്ചോ ആ കുട്ടിയെ പ്രസവിച്ച സ്ത്രീക്കാണ് ആ കുട്ടിയുടെ ഉത്തരവാദിത്തം. ആ സ്ത്രീയുടെ കുടുംബമാണ് ആ കുട്ടിനെ അനാഥാക്കണം എന്നല്ല ഷാഫി മദ്ഹബ് പറയുന്നത്. ആ കുട്ടിൻ്റെ ഉത്തരവാദിത്തം അവിടെയാണ്. ഇനി അങ്ങനത്തെ ഒരു ചർച്ച വരുമ്പോൾ ലീഗൽ അല്ല എന്ന് വരുമ്പോൾ, ആ ലീഗൽ അല്ലെങ്കിൽ ആ ഉണ്ടായ കുട്ടിക്ക് എന്തില്ല, ലീഗൽ എൻറ്റിറ്റി ഇല്ലല്ലോ. ലീഗൽ എൻറ്റിറ്റി ഇല്ലെങ്കിൽ, ലീഗൽ റൈറ്റ് ഇല്ലെങ്കിൽ സ്വാഭാവികമായും ആ കുട്ടി ഇയാളുടെ കുട്ടിയായി അംഗീകരിക്കണില്ല. അതാണ് ലീഗലി അംഗീകരിക്കണില്ല, അതാണ് അർത്ഥം. ആ ലീഗലി അംഗീകരിക്കാത്തൊരു കുട്ടീനെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനുള്ള മറുപടി ആയിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കഴിക്കും ചെയ്യാമല്ലോ എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മദ്ഹബിൽ തന്നെ ഉള്ള ചില ചർച്ചകൾ, ഒരു മനുഷ്യ കുഞ്ഞുണ്ടായി ഒരു പശുവിന്. അതെ, ഉണ്ടാവില്ല. ഒരു മനുഷ്യ കുഞ്ഞുണ്ടായി ഒരു പശുവിന്. മനുഷ്യ കുഞ്ഞുണ്ടായി, അവർ പറയണത് മനുഷ്യനായിട്ട് ഏതെങ്കിലും ഒരു ആണ് ആ പശുവായിട്ട് ശാരീരിക ബന്ധം നടത്തിയിട്ട് കുഞ്ഞുണ്ടായി എന്ന് വിചാരിച്ചു. ആ കുഞ്ഞ് മനുഷ്യ കുഞ്ഞാണ്, എന്നാൽ പശുവിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കലാണ്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിന് ഇമാമുക്കാൻ പറ്റുമോ? ഫിഖിന്റെ രീതി അതാണ്. ആ ഇമാമുക്കാൻ പറ്റും. അപ്പോൾ ആ കുഞ്ഞ് പശുവിൻ്റെ കുട്ടിയല്ലേ, ആ കുട്ടിനെ ഉദയത്തിറക്കാൻ പറ്റുമോ? ഉദയത്തിറക്കാനും പറ്റും, ഇമാമുക്കാനും പറ്റും. പക്ഷെ അത് ഒരിക്കലും സാധ്യമല്ല. അത് ഞാൻ പറയണെന്താ വെച്ചാൽ ഒന്ന് അസംഭവ്യമാണ്, ഇല്ലാത്തതാണ്. ഇവിടെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ എന്ന് പറയണത് ഈ വ്യഭിചാരം എന്നുള്ളത് വലിയ തെറ്റാണ്. അത് വിവാഹിതനാണെങ്കിൽ അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും, പിന്നെ ആ കുട്ടിനെ കല്യാണം കഴിക്കാൻ പ്രശ്നം തന്നെ വരണില്ല, അല്ലെങ്കിൽ ആ രൂപത്തിലേ വരണില്ല. ഇവിടെ എന്താ വെച്ചാൽ ആ കുട്ടിയുടെ ലീഗൽ റൈറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വന്ന ഒരു സംഗതി മാത്രമാണ്.
അത് ഇസ്ലാമികമല്ല. മാത്രമല്ല ഒരു മദ്ഹബ് മാത്രമല്ല ഉള്ളത്, മറ്റു 3 മദ്ഹബുകളും വളരെ കൃത്യമായി പറയുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ പറ്റൂല, ഒരു കാരണവശാലും പറ്റൂല എന്നാണ്. ഇതെന്താ വെച്ചാൽ അത് ഷാഫി മദ്ഹബിൻ്റെ ഒരു കുറവ് എന്നുള്ളതല്ല ഞാൻ പറയണത്, മറിച്ച് സ്വാഭാവികമായി ലീഗലായിട്ടുള്ള സംഗതികൾ പറയുമ്പോൾ ഇതേപോലുള്ള ഒരുപാട് ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സംഗതികൾ വരും. ആ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു സംഗതി മാത്രമാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ അത് വെച്ചിട്ട് ഒരു ഇസ്ലാമികമായ നിയമം നിർദ്ധരിച്ചെടുത്തതല്ല, അല്ല ഇങ്ങനത്തെ ഒരു കുട്ടീനെ കല്യാണം കഴിക്കണമെന്ന് പഠിപ്പിച്ചതല്ല, മറിച്ച് ഈ പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് ലീഗലി ബേസ് ഇല്ല. അപ്പോൾ ആ കുട്ടി എന്തല്ല ഇയാളുടെ മകളായി അംഗീകരിക്കണില്ല, അതാണ് അതിൻ്റെ അർത്ഥം. മകളായി അംഗീകരിക്കണില്ലെങ്കിൽ ആ കുട്ടി മഹറമല്ല. ആ മഹറമല്ലെങ്കിൽ എന്ത് ആ കുട്ടീനെ വിവാഹം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പറ്റും എന്ന് ഒരു ഇത് പറഞ്ഞതാണ്. അതിനെ പക്ഷെ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമല്ലല്ലോ. ഹദീസുകളും ഖുർആൻ്റെ ആയത്തും അതിനെതിര് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാതെ മാറും. അതാണ് ഒരു മദ്ഹബിൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് ആ മദ്ഹബിൻ്റെ അഭിപ്രായമാണ്. 3 മദ്ഹബുകൾ എതിരഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇസ്ലാമിൻ്റെ ഭയങ്കര പ്രശ്നമായി പറയണതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം ഗവേഷണം ചെയ്യാം. അതുകൊണ്ട് വേറൊരു മച്ചം ഞാനതിനെല്ലാം പോസിറ്റീവായി കാണുന്ന ആളാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ആ വിഷയത്തിലുള്ള എല്ലാ ലീഗൽ ബേസും പഠിക്കാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിനും അവസരം ഉണ്ടായി. അതൊരു ഹൈറായി എന്നാണ് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിനെ എത്രത്തോളം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഞാൻ പറയുകയാണ് ഈ സമയത്ത്. കാരണം ഇസ്ലാമിനെ ഇവർ വിമർശിക്കുന്ന സംഗതികളുണ്ടല്ലോ, വിമർശിക്കുന്ന സംഗതികൾ, ഖുർആനെ വിമർശിക്കുന്ന സംഗതികൾ, ഞാൻ എൻ്റെ ഒരു പ്രബോധന രംഗത്തേക്കുള്ള കടന്നുവരവും നിലനിൽപ്പ് പോലും അതിൻ്റെ കൂടി ബേസില്ല. കാരണം ആ വിമർശനങ്ങളുടെ പൊരുളന്വേഷിച്ചിട്ട് പഠിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞത് തന്നെയാണ് സത്യമെന്നും ശരിയെന്നും നമുക്ക് ബോധ്യപ്പെടും. അത് ഇസ്ലാമിനെ വിമർശിക്കുന്നിടത്തോളം നമുക്ക് പഠിക്കാൻ പറ്റും, പഠിക്കുന്നിടത്തോളം ഇസ്ലാമിൻ്റെ സത്യത ബോധ്യപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഇസ്ലാമിൻ്റെ കഥ കഴിക്കും എന്ന് പൊതുവെ എക്സ് മുസ്ലിങ്ങൾ പറയുന്നതാണ്. ഇൻ്റർനെറ്റ് ഇസ്ലാമിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇപ്പോൾ AI ഒക്കെ വന്നു, അത് പോസിറ്റീവായിരിക്കോ നെഗറ്റീവായിരിക്കോ? എന്താണ് നിങ്ങളെ ഒരു അണ്ടർസ്റ്റാൻഡിങ്? അതൊരു കാലത്ത് പലതും ഇസ്ലാമിൻ്റെ കഥ കഴിക്കുമെന്ന് പറഞ്ഞ കാലങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഫിസിക്കലായിട്ടും അതേപോലെ തന്നെ സ്പിരിച്വലായിട്ടും. അഥവാ പിന്നെ ഇപ്പോൾ കമ്മ്യൂണിസം വന്നപ്പോൾ, ഇപ്പോൾ കേരളത്തിലെല്ലാം കമ്മ്യൂണിസത്തിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു ദർശനം എന്നുള്ള ആൾക്കാണ് ഞാൻ പറയണത്, ഒരു രാഷ്ട്രീയമല്ല. കമ്മ്യൂണിസം വന്ന സമയത്ത് കാരണം ജനങ്ങൾ സ്വാഭാവികമായിട്ടും വല്ലാതെ, പ്രത്യേകിച്ച് യുവാക്കൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടരായി. അതിൻ്റെ അടിസ്ഥാന തത്വം എന്നുള്ളത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്. ഏകദേശം യുവാക്കളെ ഇനി ഇസ്ലാമിന് കിട്ടൂല എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. 1960കളും 70കളിലും കേരളത്തിൽ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കി. ക്ഷുഭിത യൗവനം. പക്ഷെ എന്താണ്ടായത് ആ കമ്മ്യൂണിസത്തിന്റെ മുന്നിൽ നിന്നിരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിക പ്രബോധകരായി മാറുകയും ചെയ്യുന്നതാണ് ഉണ്ടായത്. ഇപ്പോൾ നിലമ്പൂർ ആസ്ഥാനമാക്കി നാടകങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അത് നാസ്തികതയെ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ച ആളാണ് ഡോക്ടർ എം ഉസ്മാൻ. ആ ഡോക്ടർ എം ഉസ്മാൻ പിന്നീട് എന്താണ് കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ വിമർശകനും പിന്നെ കേരളത്തിലൊരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ കേരള മുജാഹിദീൻ്റെ പ്രസിഡന്റായി മാറുകയും ചെയ്യുന്ന അവസ്ഥ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം ഓരോരുത്തരുടെ ദിവാസ്വപ്നങ്ങളാണ്. ഇൻ്റർനെറ്റ് എന്നുള്ളതും AI എന്നുള്ളതെല്ലാം ഇസ്ലാമിക പ്രബോധനത്തിന് ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. സാധ്യത തുറന്നു വരുന്ന മേഖലയാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സഹോദരി ഇസ്ലാം സ്വീകരിച്ചത്, ആ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ശേഷം ഞാൻ അത് ഇൻ്റർനെറ്റിൻ്റെ വിഷയം ഞാൻ പറഞ്ഞത്, ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ശേഷമാണ് നമ്മളെല്ലാം അറിയണത് ഇസ്ലാം സ്വീകരിച്ചത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിതിൽ പറയണത്. എന്താണെന്ന് വെച്ചാൽ അവരൊരു മുസ്ലിമിനെ, ഒരു മുസ്ലിം സുഹൃത്തിനെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി ശ്രമിച്ചാണ്. ആ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിച്ചപ്പോൾ അവര് ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ അവരായിട്ട് ജയിക്കാൻ വേണ്ടി, ഈ മുസ്ലിം സുഹൃത്തുമായി ജയിക്കാൻ വേണ്ടി ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ഇന്ന് ഏറ്റവും നല്ല മാർഗ്ഗം ഇൻ്റർനെറ്റ് ആണല്ലോ. ആ നിനക്ക് ഇൻ്റർനെറ്റിലേക്ക് കയറിയതാ. അങ്ങനെ ഇൻ്റർനെറ്റ് കയറി പഠിച്ച് വന്നപ്പോൾ അവർക്ക് ഇതാണ് ശരിയെന്ന് ബോധ്യമായി. ആ ശരിയെന്ന് ബോധ്യമായപ്പോൾ അവർക്ക് എങ്ങനെയാണ് മുസ്ലിം ആവേണ്ടതെന്ന് അറിയില്ല, വീട്ടുകാരൊന്നും അറിയണമെന്ന് താല്പര്യമില്ല. അങ്ങനെ അവർ അന്ന് ഇൻ്റർനെറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് പിന്നെ ഷഹാദത്തല്ലാണ്
എന്നിട്ട് സ്വന്തമായിട്ട് നിസ്കാരം തുടങ്ങുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളായിട്ട് അവരിങ്ങനെ ബ്രൗസ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ബന്ധപ്പെടുകയും ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിന് അങ്ങനത്തെ ഒരുപാട് പോസിറ്റീവായ സാധ്യതകളുണ്ട്. അതേസമയം അതിനെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. നെഗറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ഇസ്ലാമിക പിന്നെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും എല്ലാം ടാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതും പോസിറ്റീവായി കാണുന്ന ആളാണ് ഞാൻ. എത്ര വിമർശനങ്ങളുണ്ടെങ്കിലും എനിക്ക് വളരെ കോൺഫിഡൻസ് ആണ്, ഇസ്ലാമിനെതിരെ ഏത് വിമർശനം ഉന്നയിച്ചാലും ഏത് തെറ്റിദ്ധാരണകൾ ഉന്നയിച്ചാലും അത് ഒരു ബുദ്ധിപരമായി 2 ടൈപ്പ് ആൾക്കാരെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഒന്ന് നേർക്ക് നേരെ ചിന്തിക്കുന്ന ആളുകളും ഒന്ന് വളഞ്ഞ് ചിന്തിക്കുന്നു. നേർക്ക് നേരെ ചിന്തിക്കുന്ന ഏത് സമൂഹത്തിലുണ്ടാവും. അവരിത് അന്വേഷിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അവർക്ക് ഈ വിമർശനങ്ങളിലൂടെ തന്നെ ഇസ്ലാമിൻ്റെ സത്യത ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ആ രംഗത്ത് വലിയ പോസിബിലിറ്റീസാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനി നമ്മൾ ഈ വിമർശനങ്ങൾ, ഇപ്പം നിങ്ങൾ വിമർശനങ്ങൾ പറഞ്ഞു വെച്ചല്ലോ. അപ്പോൾ പൊതുവെ ഉള്ള കുറച്ച് വിമർശനങ്ങൾ എൻ്റെ ഒരു സാധാരണ ഒരാൾക്കുള്ള ഒരു ചോദ്യം എന്നുള്ളവർക്ക് ചില കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ആയിഷ ബീവിയുടെ വിവാഹപ്രായം അതൊരു വലിയ പ്രശ്നമായിട്ട് എല്ലാ കാലത്തും. എന്താണ് അതിൽ നിങ്ങളെ ഒരു അണ്ടർസ്റ്റാൻഡിങ്? എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിൻ്റെ വിവാഹപ്രായം നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാവരും ആൻസിസ്റ്ററി നോക്കിയാൽ മതി. എൻ്റെ വല്യമ്മ കല്യാണം കഴിക്കുന്ന സമയത്ത് 11 വയസ്സാണ് വല്യമ്മ. നിങ്ങളെ വല്യമ്മക്ക്? ഗാന്ധിജിൻ്റെ ഭാര്യക്ക് 13 വയസ്സ്. അതെ, എൻ്റെ വല്യമ്മക്ക് 11 വയസ്സാണ്. അപ്പോൾ എൻ്റെ വല്യപ്പ ഒരു എന്താ പറയുക, ഒരു പീഡോഫൈലാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതെ അതെ അതെ. ഒരു സമൂഹം വിവാഹത്തിൻ്റെ ബേസ് എന്താ? എന്തിനാ വിവാഹം? 2 പേർക്കും സംതൃപ്തമായി ജീവിക്കാൻ കഴിയണം, ആണിനും പെണ്ണിനും. ഓരോ സാമൂഹികാവസ്ഥയിലും ആ സംതൃപ്തിയുടെ യാർഡ് സ്റ്റിക്സ് വ്യത്യാസം ഉണ്ടാകും. നമ്മളിപ്പോഴത്തെ യാർഡ് സ്റ്റിക്സ് വെച്ചിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു സാമൂഹ്യാവസ്ഥയെ പരിശോധിച്ചിട്ട് കാര്യമില്ല. അവിടെ സംതൃപ്തിയുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴും ഒരാൾ ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിച്ചോ, 2 ആളുകൾ ഇഷ്ടപ്പെടുന്ന വിചാരിച്ചു, ലീഗലായിട്ടല്ല ഞാൻ പറയുന്നത്, 2 ആളുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രായവ്യത്യാസം എന്നുള്ളത് അവരുടെ സംതൃപ്തിയെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല. ഇപ്പോൾ വിവാഹം എന്നുള്ളത് ഒഴിവാക്കിയാക്കി കൺസെൻറ്റ് മാത്രം മതി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോയി. ഒരു കൺസെൻറ്റിന് ഇന്ത്യയിൽ 18 വയസ്സാണ്. ഈ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു 60 വയസ്സുള്ള ഒരു ആണുമായി ശാരീരികമായി താല്പര്യമുണ്ട്, ശാരീരികമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതിൽ അസംതൃപ്തി എന്നുള്ളത് ഉണ്ടാവില്ല. 2 ആൾക്കും കൺസെൻറ്റ് ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ വിവാഹം എന്നുള്ളത് ഓരോ സമൂഹത്തിലും അതിൻ്റെ പിന്നെ ഈ സംതൃപ്തിയുടെ യാർഡ് സ്റ്റിക്സ് വ്യത്യാസം ഉണ്ടാവുന്നുള്ള. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ പിന്നെ വിവാഹപ്രായത്തിൻ്റെ വിഷയത്തിൽ എന്നുള്ളത് 2 കൂട്ടരെയും സംതൃപ്തിക്ക് അപ്പുറത്തുള്ള യാർഡ് സ്റ്റിക്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ പലപ്പോഴും ഈ വിമർശനം നയിക്കുന്ന ആളുകളെ വെല്ലുവിളിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പം എല്ലാവരും പറയണതാണല്ലോ. ഞാൻ പറയട്ടെ, 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ഇസ്ലാമിനെതിരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം ഇസ്ലാമിനെതിരെ ആദ്യം ഇറങ്ങിയ വിമർശന ഗ്രന്ഥം മുതൽക്ക് ഒരുവിധം എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കാൻ, അതിൻ്റെ ട്രാൻസ്ലേഷൻസ് വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽക്ക് 19-ാം നൂറ്റാണ്ടിൻ്റെ മുമ്പ് എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ഇസ്ലാം വിമർശന ഗ്രന്ഥത്തിൽ മുഹമ്മദ് ഇങ്ങനെ 9 വയസ്സുള്ളൊരു കുട്ടിയെ വിവാഹം ചെയ്തു, അതുകൊണ്ട് മുഹമ്മദ് ഇമ്മോറലാണ്, മുഹമ്മദ് മോശമാണ് എന്ന് എഴുതിയത് കാണിച്ചു തരാൻ പറ്റുമോ? 19-ാം നൂറ്റാണ്ടിലെ ആ പാതിരിയുടെ പുസ്തകമാണോ? അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ലാസ്റ്റിൽ എല്ലാം ഈ ഒരു സംഭവം വരണത്. നമ്മൾ വിക്ടോറിയൻ സദാചാര സങ്കല്പങ്ങളുണ്ടല്ലോ, അത് മാറ്റം വരുമ്പോഴാണ് ഈ സംഭവങ്ങൾ വരണത്. ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഈ വിമർശനങ്ങൾ നബിന്റെ ബഹുഭാര്യത്വം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർ ശക്തമായി നേരത്തെ വിമർശിച്ചിട്ടുണ്ട്. ഈ പ്രായം എന്നുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയെ 9 വയസ്സിലാണ് വിവാഹം ചെയ്തത്, അത് മോശമായി പോയി, അത് മുഹമ്മദ് ഇമ്മോറലാണ് എന്നുള്ളതിന് തെളിവാണ് എന്ന് എവിടെയെങ്കിലും ഒരു വിമർശനം കാണിച്ചു തരാൻ പറ്റുമോ? അത് സെക്കുലർ ആകട്ടെ, റിലീജിയസ് ആയിട്ടുള്ള ഇല്ല. എനിക്ക് ധൈര്യത്തെ പറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സമൂഹങ്ങളിലൊന്നും അത് പ്രശ്നമില്ലായിരുന്നു എന്നാണ്. ഞാൻ വല്യമ്മാൻ്റെ പ്രായം പറഞ്ഞാൽ അതുകൊണ്ടാണ്. അവിടെ എല്ലാം ഒരു പ്രശ്നമില്ല. എൻ്റെ വല്യമ്മക്ക് 10-12 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ പിന്നെ ശാരീരിക ബന്ധത്തിനോ അവരുടെ മാനസിക ജീവിതത്തിനോ അവരുടെ പിന്നെ വൈകാരികമായ ബന്ധത്തിനൊന്നും അവർ തടസ്സമായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആയിഷ, പ്രവാചകൻ, ഇവർ 2 പേരും എത്ര തൃപ്തമായിരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. വിവാഹത്തിൽ ഒരു വിവാഹം
ഒരു വിവാഹം പിന്നെ എന്താ മാതൃകാപരമാണെന്ന് പറയാം. ഇപ്പം ഞാൻ സയ്യിദിൻ്റെ വിവാഹം മാതൃകാപരമാണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ യാഡ് സ്റ്റിക്ക് എന്താണ്? ഞങ്ങൾ രണ്ടുപേരും, നിങ്ങൾ രണ്ടാൾക്കും തൃപ്തി ഉണ്ടാവണം എന്നുള്ളതാണ്. നിങ്ങളെ ഭാര്യ പറയാണ് സഹീദിൽ ഞാൻ തൃപ്തനാണ്, നിങ്ങൾ പറയാണ് ഭാര്യയിൽ ഞാൻ തൃപ്തനാണ് എന്ന് പറയാണ് ആത്മാർത്ഥമായിട്ടെങ്കിൽ അതാണ് സക്സസിൻ്റെ മാനദണ്ഡം. ഇവിടെയാണ് ഞാൻ ആയിഷാൻ്റെ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിൻ്റെ എടുക്കുക. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം ഒരു നൂറ്റാണ്ടെങ്കിലും കാലം ജീവിച്ചിരുന്നിട്ടുണ്ട്. ആ സമയത്ത് 2000-ലധികം ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. ആ ഹദീസുകളിൽ പലതിലും പ്രവാചകനുമായിട്ടുള്ള ദാമ്പത്യ ബന്ധത്തിൽ ബന്ധപ്പെട്ടതാണ്. ആ ഹദീസുകൾ എടുത്തിട്ട് നിങ്ങളിങ്ങനെ പരിശോധിച്ചാൽ ആ ഹദീസുകളുടെ പദങ്ങൾക്കിടയിൽ നിന്ന് ആ സ്നേഹത്തിൻ്റെ തേൻ ഇങ്ങനെ ഊർന്നത് നമ്മൾ കാണാൻ പറ്റും. അങ്ങനെ തന്നെ ഞാൻ പറയണത്. ആ ഹദീസുകളുടെ അത് എപ്പോഴാണ് കല്യാണം കഴിഞ്ഞ് 30-40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് നിവേദനം ചെയ്യണത്. അപ്പോൾ പോലും വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെട്ട് 10, 30, 40 കൊല്ലം കഴിഞ്ഞിട്ട് പോലും ആ ഹദീസിൻ്റെ പദങ്ങൾക്കിടയിൽ നിന്ന് സ്നേഹത്തിൻ്റെ തേൻ ഊറുന്നുണ്ടെങ്കിൽ അവരുടെ സംതൃപ്തമായ ജീവിതം എത്രത്തോളം സംതൃപ്തിയുള്ളതായിരിക്കും? അതാണ് മാനദണ്ഡം. അങ്ങനെ ജീവിക്കാൻ അവർക്ക് പറ്റുമോ? അവിടെയാണ് ചോദ്യം. അല്ലാതെ പ്രായത്തിലല്ല. പ്രായത്തിൽ എന്നുള്ളത് രണ്ടുപേരും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിൽ പ്രശ്നമില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വിവാഹപ്രായത്തിന് നമ്മളുടെ വിദ്യാഭ്യാസവും നമ്മളുടെ സെറ്റിൽമെൻറ്റും നമ്മുടെ ആൺപെൺ ബന്ധങ്ങളിലായിട്ട് ഒരുപാട് മാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 18 വയസ്സിപ്പോൾ വിവാഹപ്രായം വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ മുൻകാലത്ത് ഇത്തരം സംഭവം വെച്ചിട്ട് പിന്നെ പ്രവാചകൻ്റെ വ്യക്തിത്വത്തെ ഇത് ചെയ്യാൻ വേണ്ടി യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അതിലേ ഇപ്പം അതിനെ വിമർശിച്ച് പറയുന്ന ആൾക്കാർ ഇപ്പം സുന്നി കമ്മ്യൂണിറ്റിയിൽ തന്നെ അവർ പറയണത് ഇപ്പോൾ 18 എന്നുള്ള ഹദീസുകളൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, അങ്ങനെ ഹദീസുകളുണ്ട്? ഹദീസുകളില്ല. ചില സംഭവങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉള്ള ചില ധാരണ പശകളാണ്. അത് 9 ആയിരുന്നു എന്ന് ഒരുപാട് തെളിവുകളുള്ള, ഒരുപാട് സംഗതികളുള്ള, ഒരുപാട് ബേസുള്ള. അത് എന്താണെന്നറിയോ, ഒരു തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പറയാനുള്ള പുതിയ കാലത്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യവിരുദ്ധമായി, മാനവവിരുദ്ധമായി അദ്ദേഹം ചെയ്യൂല. കാരണം പ്രവാചകന് നേരെ പടച്ചവൻ്റെ അടുത്ത് നിന്ന് വഹി കിട്ടുന്ന ആളാണ്. പടച്ചവനാ പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാന്ന്. പ്രവാചകൻ്റെ ഏറ്റവും ഉത്തമ മാതൃക ഉണ്ടെന്ന്. അപ്പം നബി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മാതൃകയുണ്ടാകും. ആ മാതൃക എന്നുള്ളത് ഞാൻ പറഞ്ഞ സംതൃപ്തിയാണ്. പ്രവാചകൻ്റെ അതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. അത് വേറെ ഹദീസ് പണ്ഡിതന്മാരുടെ പറയുന്ന കാരണങ്ങളാണ്. ഈ പ്രായത്തിൽ തന്നെ അത് ഹദീസിൻ്റെ നിവേദനമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ എന്തായിരുന്നാലും അവിടെ ഒരു കോംപ്ലക്സിൻ്റെ പ്രശ്നമല്ല. 18 വേണ്ടി ഇടങ്ങാറാകേണ്ട യാതൊരു കാര്യമില്ല. അത് ചരിത്രത്തിലെ ചില പരാമർശങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മാ ബിൻത് അബൂബക്കറുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളെല്ലാം വെച്ച് പുതിയ കാലത്ത് വളരെ റീസെൻ്റ് ആയിട്ട് ഈജിപ്റ്റ് ബേസ് ചെയ്ത് നടന്ന ചില റിസർച്ചുകളുടെ ഒരു ഇതാണ് നിങ്ങൾ പറഞ്ഞ 18 വയസ്സ് 21 വയസ്സ് എന്നുള്ളത്. അതിന് ഒരു അടിസ്ഥാനമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ആയിഷ ബീവിൻ്റെ, ഖദീജ ബീവിൻ്റെ മരണം ഏത് കാലഘട്ടത്തിൽ? റസൂലുള്ളാഹിന്റെ എത്രാമത്തെ വയസ്സിലാണ് നടക്കുന്നത്? റസൂലുള്ളാഹിന്റെ 50-ാമത്തെ വയസ്സിൽ. അല്ല, അതിന് ശേഷമല്ല ഈ വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. ഈ 13 വർഷം ഇപ്പം വിമർശനത്തിനുള്ള വേറൊരു വിമർശനമായിട്ട് ഞാൻ ചോദിക്കണേ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനുണ്ട്. ഈ ഭാര്യമാരെല്ലാം പ്രവാചകൻ്റെ ശിഷ്യകളായിരുന്നു എന്നുള്ള ഒരു വാദത്തോട് നിങ്ങളെ അഭിപ്രായം? അല്ലല്ലോ, ശിഷ്യകളായി പിന്നീട്. ഭാര്യമാർ തന്നെ ആയിരുന്നു? ഭാര്യമാരായിരുന്നില്ല. അല്ല, ഭാര്യമാരായിരുന്നില്ല, ശിഷ്യകളായിരുന്നു. അതുകൊണ്ട് ഭാര്യമാരെന്ന് വിളിച്ചത്. കാരണം അന്നത്തെ ഒരു അറേബ്യൻ സദാചാരത്തിൽ കുറെ പെണ്ണുങ്ങളെ ഒരാൾക്ക് കൊണ്ടു നടക്കാൻ പറ്റൂലായിരുന്നു. 53 ശേഷമാണല്ലോ വിവാഹങ്ങൾ മിക്കതും നടന്നത്. 53-കാരനായ ഒരാൾ 10 വർഷം കൊണ്ട് ഇത്ര വിവാഹവും ഇത്ര യുദ്ധവും നടത്തി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിതത്തോട് ചെയ്യുന്ന ഒരു അനീതിയല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് എന്താണ് നിങ്ങളുടെ മറുപടി? അറേബ്യൻ സദാചാര സങ്കല്പമല്ലല്ലോ ഇപ്പോഴത്തെ സദാചാര സങ്കല്പത്തിൽ പോലും. ഇപ്പൊ തന്നെ 10, 40, 50 പിന്നെ ഭാര്യമാരുള്ള ആളുകളുണ്ട്. ലോകത്ത് അറിയപ്പെടുന്ന പോളിഗമസ് ഫാമിലീസ് ഉണ്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ വായിച്ചു 42 മറ്റോ ഭാര്യമാരുള്ള ഒരാളെ പറ്റി. അപ്പോൾ അത് ഓരോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വെച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഭാര്യമാർക്കെല്ലാം ഓരോരുത്തർക്കും പടച്ചവൻ നൽകിയ ചില ദൗത്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ
അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്നുള്ളത് ഹദീസുകൾ സംപ്രേഷണം ചെയ്യാന്നുള്ള വലിയൊരു ദൗത്യമാണ്. ആ ദൗത്യം പടച്ചവൻ നിശ്ചയിച്ച ഓരോ ദൗത്യങ്ങൾ ഓരോരുത്തർക്കുണ്ട്. ആ ദൗത്യം ഇപ്പോൾ ഖദീജാൻ്റെ നിങ്ങൾ പറഞ്ഞു, പ്രവാചകൻ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുള്ള മാതൃകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ ഒരു പോളിഗമസ് അല്ല, ഒരു മോണോഗമസ് ആയിട്ടുള്ള ഒരു വൈവാഹിക ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് മാതൃകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത് വരെ പ്രവാചകൻ വേറെ വിവാഹം ചെയ്തിട്ടില്ല. അത് മോണോഗമസായി അഥവാ സാധാരണഗതിയിലുള്ള ഏക പത്നി വ്രതം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ഇത്. മനുഷ്യ സമൂഹത്തിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ചരിത്രത്തിൽ പോളിഗമസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്, ഒന്നിലധികം വിവാഹം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകൾക്കുമുള്ള മാതൃകയാണ് പ്രവാചകന്റെ മദീന കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. മക്ക കാലഘട്ടം കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ പോളിഗമസ് മാരേജ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ മദീന കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അനാഥത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള വിവാഹങ്ങളുണ്ട്. പിന്നെ സമൂഹത്തെ പ്രേരിപ്പിക്കാൻ വേണ്ടി നടത്തിയ വിവാഹങ്ങളുണ്ട്. സമൂഹത്തിലെ പൊളിറ്റിക്കലായിട്ടുള്ള അലയൻസിന് വേണ്ടി നടത്തിയ വിവാഹങ്ങളുണ്ട്. ഇതെല്ലാം അന്നത്തെ കാലത്തുള്ള സാമൂഹ്യ അവസ്ഥയിൽ അനിവാര്യമായി തീർന്ന സംഗതികളാണ്. ഓരോ വിവാഹങ്ങൾക്കുള്ള കാരണങ്ങൾ അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ റൈറ്റ്സും പിന്നെ കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. നീതി എന്ന് പറഞ്ഞാൽ അവർക്ക് സെക്ഷുവൽ റൈറ്റ്സ് ഉണ്ട്, തീർച്ചയായും ലൈംഗികമായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളും പ്രവാചകന് പിന്നെ നിവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവരുടെ ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ്റെ ജീവിതം തന്നെ ആ രംഗത്ത് എല്ലായിടത്തുള്ള മാതൃകയാണ്. ആ മാതൃകയാണ് രണ്ടും. ഒന്ന് മോണോഗമസിന് മക്ക ജീവിതം മാതൃകയാണ്, പോളിഗമസിന് ഈ 10 കൊല്ലം ഈ അതിൽ തന്നെ മക്കം ഫത്ത് കഴിഞ്ഞപ്പോഴേക്ക് റസൂലുള്ളാഹിക്ക് വയ്യാതായില്ലേ? ആ 8 കൊല്ലം കൊണ്ട് ഇത്ര വിവാഹവും ഇത്ര യുദ്ധവും നടത്തി എന്നാൽ അതൊരു അവിശ്വസനീയത ചരിത്രത്തിലില്ലേ? അതാണല്ലോ പ്രവാചകൻ. അതുകൊണ്ടാണത് പ്രവാചകനാകുന്നത്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെന്താ പറയുക, വിവാഹം എന്നെല്ലാം കേൾക്കുമ്പോഴേക്ക് പലപ്പോഴും നമ്മളുടെ ഒരു മോഡേൺ കോൺസെപ്റ്റും മോഡേൺ യാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനൊരു ലൈംഗികതയുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് പ്രശ്നം. അവരിൽ പലരും ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, ഖുർആൻ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേറിട്ട് പോകണമെങ്കിൽ പോകാം. ഖുർആനിലൂടെ എന്തിനാ ഖുർആനിലൂടെ തന്നെ പറയണേ? ചില ഹദീസ് നിഷേധികളുണ്ടല്ലോ, അവർക്ക് പോലും പിൽക്കാലത്ത് നിഷേധിക്കാൻ കഴിയാതിരിക്കാൻ വേണ്ടിയാണ് പടച്ചോൻ ചില കാര്യങ്ങൾ വളരെ പിന്നെ പേഴ്സണലായിട്ട് പറയേണ്ട കാര്യങ്ങൾ പോലും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കണം കേട്ടോ, അത് ഇത് നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അവിടെ എന്താണെന്ന് വെച്ചാൽ ഖുർആൻ തന്നെ പറയാണ് എന്ത്, നിങ്ങൾക്ക് പിരിയേണ്ട ആളുകൾക്ക് പിരിയാം. അതെന്താ ആരെങ്കിലും ഇല്ല, ഒരാളെയും ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. ഡിവോഴ്സ് വേറൊരു കാരണത്താലുണ്ടായിരുന്നു. അത് കാരണം എന്താ പറഞ്ഞാൽ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ ഒരു രാജകീയമായ, അന്നത്തെ രാജകീയം എന്ന് പറഞ്ഞുകൂടാ, അന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയിൽ ജുഹൈന എന്നുള്ളൊരു ഗോത്രം ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചു. അന്ന് ആ ഇസ്ലാം സ്വീകരിച്ച ഗോത്ര നേതാവിൻ്റെ ഒരു പവറാണ് എന്ത്, പിന്നെ ഇത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമാണല്ലോ അയാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ. അപ്പോൾ അയാളുടെ പവറാണ് എന്ത്, ഞാൻ എൻ്റെ മകളെ ഇയാൾക്ക് രാഷ്ട്രനായകന് കെട്ടിച്ചു കൊടുത്തിരുന്നു എന്നാലേ ഭയങ്കര പവറാണ്. അത് വെച്ചിട്ട് അയാൾ പറഞ്ഞു എൻ്റെ ഒരു മോളുണ്ട്, ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു. അതിന് വിവാഹം ചെയ്തു. നിക്കാഹ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി അവളുടെ സമ്മതത്തോടു കൂടിയല്ല നടന്നത്. ആ സമ്മതത്തോടു കൂടിയല്ല നടന്നത് എന്ന് മനസ്സിലായി. ചില അവരെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് അത് മനസ്സിലായത്. ആ മനസ്സിലായപ്പോൾ തന്നെ റസൂലുള്ളാഹി അവരെ പറഞ്ഞയക്കുകയും അവർക്ക് പിന്നെ എന്താ പറയുക കുറേ പാരിതോഷികങ്ങൾ നൽകി തിരിച്ച് പറഞ്ഞയക്കുകയും ചെയ്തത്. തൊടുപോലും തൊടുക എന്ന് പറഞ്ഞാൽ വേറെ ശാരീരികമായ ബന്ധങ്ങളൊന്നും ഇല്ല. ഭാര്യമാരുടെ കൂട്ടത്തിൽ ഇല്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇതുകൊണ്ടാണ് അവർ പ്രവാചകൻ മരിക്കുന്ന സമയത്ത് കൂടെയുള്ള, അല്ലെങ്കിൽ അവർ മരിക്കുമ്പോൾ കൂടെയുള്ള ആളുകളാണ് പ്രവാചകൻ്റെ ഭാര്യമാരായിട്ടുണ്ട്. പിന്നെ പാണ്ടുള്ളതൊക്കെ വിമർശനങ്ങൾ, പാണ്ടുള്ളത് കൊണ്ട് ഏതോ സ്ത്രീയെ ഒഴിവാക്കിയെന്നുള്ള അങ്ങനെ ഉണ്ടാവും. അല്ല, അത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ സീറ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് സംഗതികളുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ വിവാഹം ചെയ്തതിന് ശേഷം ഒഴിവാക്കിയതും, ഇപ്പോൾ റസൂലുള്ളാഹിക്ക് പിന്നെ ചില സീറ ഗ്രന്ഥങ്ങളിലുള്ള ഈ ഭാര്യമാരുടെ എണ്ണം നോക്കിയാൽ 50-60 ഉണ്ടാവും. സീറ ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതാണ് പ്രവാചകൻ 11 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ എല്ലാം മരണപ്പെടുകയും ചെയ്തല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഈ പാണ്ട് ഇതെല്ലാം ഈ സീറ ഗ്രന്ഥങ്ങളിലുള്ള പരാമർശം എന്നല്ല, സ്വഹീഹ ഹദീസിലൊന്നും അങ്ങനത്തെ സംഭവങ്ങളില്ല. പിന്നെ അപ്പം ഈ ഭാര്യമാരുടെ ഈ വിഷയം കഴിഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം യുദ്ധം ശരിക്കും നബി നടത്തിയിട്ടുണ്ട്. അതൊക്കെ യുദ്ധങ്ങൾ തന്നെ ആയിരുന്നോ? അല്ല,
യുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് വെറും സൈനിക നീക്കങ്ങൾ, ഈ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ചരിത്രത്തിലുണ്ടാവുക. ഇപ്പോൾ ഏറ്റവും വലിയ യുദ്ധമായി പറയപ്പെടുന്ന ഒരു യുദ്ധമാണല്ലോ ഖന്തഖ് യുദ്ധം. ഖന്തഖ് യുദ്ധം പോലും നടന്നിട്ടില്ലല്ലോ. ഖന്തഖ് യുദ്ധം നടന്നിട്ടില്ല. ഖന്തഖ് വന്നു, അവർ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അമ്പ് ചെയ്തു, അവിടെ ഇതായി ഓല് തിരിഞ്ഞു പിരിഞ്ഞുപോയി. ഭയങ്കര യുദ്ധമായിട്ട് പറയുന്ന യുദ്ധമാണ്. ശരിക്കും പറഞ്ഞാൽ ആ രൂപത്തിലുള്ള കുറേ സൈനിക നീക്കങ്ങൾ ചെറുതും വലുതുമായ, അതാണ് ഈ 83 യുദ്ധങ്ങൾ തന്നെ പറയണത്. അതല്ലാതെ അത്ര യുദ്ധങ്ങളൊന്നും അങ്ങനെ വലിയ തോതിൽ നടന്നിട്ടില്ല. പിന്നെ ഈ ജൂതഗോത്രങ്ങളെ കൊള്ളയടിച്ചു എന്നുള്ള വാദത്തോട് എന്താണ് അതിൻ്റെ കാരണം? ജൂതഗോത്രങ്ങളൊന്നും കൊള്ളയടിച്ചിട്ടൊന്നുമില്ല. ബനു ഖൈനുഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയായിട്ടുള്ള ഒരു രാഷ്ട്ര സംവിധാനം ഉണ്ടാക്കിയത്. ലോകത്തെ ആദ്യത്തെ ഒരു ഭരണഘടന പ്രവാചകൻ്റെ ഭരണഘടനയാണ്. അത് മദീന ചാർട്ടർ എന്നറിയപ്പെടുന്ന സാധനം. ഇതിലെന്തായിരുന്നു പറഞ്ഞത്? ജൂതന്മാരായിരുന്നു മദീനയിൽ 3 വിഭാഗമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് അവിടുത്തെ പഴയ മുശ്രിക്കുകൾ, 2 മുസ്ലിങ്ങൾ, 3 ജൂതന്മാർ പ്രധാനപ്പെട്ട 3 ഗോത്രങ്ങളുണ്ടായിരുന്നു. ഒന്ന് ബനു ഖൈനുഖ, ബനു ഖുറൈള, ബനു നദീർ. ഈ 3 ഗോത്രങ്ങൾ, ഈ 3 ഗോത്രങ്ങളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുണ്ടാക്കി, കരാറുണ്ടാക്കി, സന്ധി. ഈ സന്ധിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 3 ഗോത്രങ്ങളും ഓരോരുത്തരോടും സന്ധി ഉണ്ടാക്കി, മൊത്തത്തിലും സന്ധി ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, അവരുടെ മതപരമായ സ്വാതന്ത്ര്യം, വ്യക്തിപരമായ സ്വാതന്ത്ര്യം, ബിസിനസ് നടത്താം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ നാടിനെ അവർ ഒറ്റുകൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തെ ഒറ്റുകൊടുക്കരുത്. ഈ രാഷ്ട്രത്തിൻ്റെ വിശ്വസ്ത പൗരന്മാരായി ജീവിക്കണം. അതിനവരെന്ത് ചെയ്യണം? ആരോടെങ്കിലും ഈ രാജ്യയുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ എതിർപക്ഷത്തോട് നിങ്ങൾ കൂടെ നിൽക്കരുത്. ആ എതിർപക്ഷത്തോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തായി? രാഷ്ട്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമായി. അവിടെയാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആദ്യം ബനു ഖൈനുഖാർ നാട്ടിലെ നിയമം അനുസരിക്കണം, അതാണ് ഉള്ളത്. ആ നാട്ടിലെ നിയമം അനുസരിക്കുന്ന വിഷയത്തിൽ അവർ ലംഘനം കാണിച്ചു. അവരൊരാളെ കൊന്നു. ആ കൊലയാളിനെ നാടിന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അതുണ്ടായത് ചരിത്രം മൂന്നായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. അവരൊരാളെ കൊന്നു, ആ കൊലയാളിയെ വിധിക്കാൻ വേണ്ടി നാടിന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അയാളെ സംരക്ഷിച്ചു, അവരുടെ കോട്ടക്കുള്ളിലാക്കി, അവർ വിട്ടുകൊടുത്തില്ല. അങ്ങനെ കോട്ട ഉപരോധിച്ചു. റസൂലുള്ളാ കോട്ട ഉപരോധിച്ചിട്ട് അവർ കീഴടങ്ങിയപ്പോൾ എന്താ പ്രവാചകൻ ചെയ്തത്? അവരുടെ എല്ലാ സമ്പത്തുമായിട്ട് നാട് വിടാൻ പറഞ്ഞു. കാരണം ഈ നാട്ടിലെ നിയമം അനുസരിക്കാത്ത ഒരു വിഭാഗത്തെ കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഈ ഡെമോക്രസി എല്ലാം പറയുന്നുണ്ടല്ലോ, ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് കൺട്രിയിൽ പോലും നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന ഞാൻ അനുസരിക്കൂല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് അവിടെ ജീവിക്കാൻ പറ്റും നമുക്ക്? രാജ്യദ്രോഹിയില്ല. ഇതേ സംഭവമാണ് അവിടെ. അത് ജനാധിപത്യത്തിൻ്റെ ഒരു യാഡ് സ്റ്റിക്കലല്ല എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതുണ്ടായതെന്താ? റസൂലുള്ളാഹിനെ തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. റസൂലുള്ളാഹിനെ കൊല്ലാനുള്ള എല്ലാ സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ പ്രവാചകൻ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. ആ രാഷ്ട്ര നേതാവിനെ കൊല്ലാൻ, അതും വളരെ എന്താ പറയുക, ഗൂഢാലോചന നടത്തിയിട്ടാണ് കൊല്ലാൻ ശ്രമിച്ചത്. ആ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ച ആ ആളുകളെ പിന്നെ ഇവിടെ നാട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ, സ്വാഭാവികമായിട്ടും. അങ്ങനെ അവരെയും ഉപരോധിച്ചിട്ട് പരാജയപ്പെട്ട അവരെയും അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സ്വത്തല്ലേറ്റ് പോകാൻ പറഞ്ഞു. അവർ 2 കൂട്ടരും നാട്ടിൽ നിന്ന് വിട്ടിട്ടുള്ളൂ. മൂന്നാമതുണ്ടായിരുന്നാണ് ബനു ഖുറൈളക്കാർ. ആ ബനു ഖുറൈളക്കാരായിട്ട് ഇവർ 2 പേരും പോയതിനു ശേഷം പിന്നെയും കരാറുണ്ടാക്കി. ആ കരാറുണ്ടാക്കിയ സമയത്ത് അവർ പറഞ്ഞു എല്ലാ നിലക്കും യോജിക്കും, ഒരു പ്രശ്നവും ഇനി ഉണ്ടാവില്ല. ആ രൂപത്തിൽ നിൽക്കുമ്പോഴാണ് ഖന്തഖ് യുദ്ധം നടക്കുന്നത്. ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ എന്തായി? ഖന്തഖിനെ പറ്റിയെല്ലാം അറിയാലോ. ആരോ ചുറ്റും ഈ കിടങ്ങെല്ലാം കുഴിച്ച് ദിവസങ്ങളോളം നീണ്ടു നിന്ന പ്രയാസകരമായ പണിൻ്റെ ശേഷം എന്തിനാ ഇവരിങ്ങോട്ട് അടുക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഇപ്പോൾ മദീനയിൽ പോയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എങ്ങനെയാണ് അവർ ചെയ്തതെന്ന്. അങ്ങനെ ഉള്ള ഖന്തഖെല്ലാം പ്രയാസപ്പെട്ട് യുദ്ധം നടക്കാൻ വേണ്ടി ഇവർ വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ ഇങ്ങോട്ട് കടക്കാൻ പറ്റണില്ല, കടക്കാൻ മാർഗമല്ല. എന്താണ്? ഒരു നാട് നശിപ്പിക്കാനാണ് വരുന്നത്. ഒരു നാട് നശിപ്പിക്കാൻ, അല്ലാതെ അവിടെ ബദർത്തെ പോരി അങ്ങോട്ട് പോരി യുദ്ധം ചെയ്യല്ല. ഇവിടെ മദീന രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ വരികയാണ്. അതും ഖന്തഖ് യുദ്ധത്തിന് വേറൊരു പേര് അഹ്സാബ് യുദ്ധം എന്നാ. മക്കയിലെ ഖുറൈശികൾ മാത്രമല്ല, അവരുടെ എല്ലാ സഖ്യകക്ഷികളും, അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾ എന്നാണ്. ആ സഖ്യകക്ഷികളും കൂടെയുള്ള യുദ്ധമാണ്. എല്ലാവരും കൂടി ഒന്നിച്ചാണ് വരണത്. ഇങ്ങനെ ഈ സമയത്ത് ഇവരെന്ത് ചെയ്തു? അവരുടെ കോട്ട തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു.
അവർക്ക് മക്ക മുശ്രിക്കുകൾക്ക്. അതോടുകൂടി മദീന തകരും, മദീന ഇല്ലാതാകും, ഇസ്ലാമിക രാഷ്ട്രം തകരും. കാരണം 10,000-ഓളം വരുന്ന മുഴുവൻ സർവായുധ സന്നദ്ധരായ ആളുകൾ മദീനയിലേക്ക് തകടക്കും. അതോടുകൂടി മദീന തകരും, മദീനയെ സ്ത്രീകളും കുട്ടികളും പിടിക്കപ്പെടും, അവിടുത്തെ പുരുഷന്മാർ വധിക്കപ്പെടും, ആ നാട് മുഴുവനും മറ്റൊരു കയ്യിലാവും. ഇതാണ് ജൂതഗോത്രം ആ സമയത്ത് ഉണ്ടാക്കിയ ഗൂഢാലോചന. ആ ഗൂഢാലോചന നടന്നപ്പോൾ പ്രവാചകൻ പിന്നീടും അവരെ സമീപിച്ചിട്ട് പറഞ്ഞു, മദീനയിലെ സ്വത്തിൻ്റെ ഒരു അംശം നിങ്ങൾക്ക് തരാം, നിങ്ങളിത് ചെയ്യല്ലേ. അവരപ്പോഴും പ്രതികാരം ചെയ്തിട്ടില്ല. ഇല്ല, അപ്പോൾ ഇത് അപ്പോഴൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഖുർആൻ പറയണത് എന്താ വെച്ചാൽ റസൂലുള്ളാഹിന്റെ നാവ് തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങിപ്പോയതാണ്. അത്രയും നാവ് തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു ബേജാറിൻ്റെ പേടിൻ്റെ ഒരു മൂർധന്യ ഭാവമാണ്. കാരണം എന്താ വെച്ചാൽ ഈ നാട് തകരാൻ പോവാണ്. അതെ 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 അതൊരു ഇസ്ലാമിക സമൂഹം മാത്രമല്ല, ആ നാട് ഫുള്ള്. കാരണം പ്രവാചകൻ്റെ നേതൃത്വത്തിലുള്ള നാട് മുഴുവൻ തകരാൻ പോവാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി വേറായിരുന്നു, അള്ളാഹുവിൻ്റെ തീരുമാനം വേറായിരുന്നു. അവർ ആ ഗൂഢാലോചന നടത്താൻ വേണ്ടി വന്ന ആളുകളിൽ പെട്ട ചിലരെ ഇസ്ലാമിൻ്റെ വെളിച്ചുണ്ടായിരുന്ന ഉള്ളിൽ അവരിലൂടെ അള്ളാഹു പ്രവർത്തിച്ചു. ആ ഗൂഢാലോചന തകർന്നു. മക്ക മുശ്രിക്കുകൾക്ക് തിരിച്ചു പോകേണ്ടിയെന്ന് മണിയും വന്നിട്ട് പിന്നെ ഈ ആളുകൾ അവിടെ വെച്ചു കൊടുക്കാൻ പറ്റുമോ?